ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമുക്കൊരു ടു ഡു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതായത് റിയാക്റ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ ബേസിക്കായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്കൊരു ടു ഡു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇതിനകത്ത് മിസ്റ്റേക്സ് എല്ലാം കാണിക്കുന്നുണ്ട്, എന്നിട്ട് അത് ഫിക്സ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ മിസ്റ്റേക്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് മനസ്സിലാവും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമുക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. mytodolist.js നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അതിനകത്ത് RAFCE എന്ന നമ്മൾ ഷോർട്ട് കട്ട് വെച്ചിട്ട് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് യൂസ് സ്റ്റേറ്റിനെ ഇമ്പോർട്ട് ചെയ്യണം. കേളി ബ്രേസസിനകത്ത് യൂസ് സ്റ്റേറ്റിനെ ഇമ്പോർട്ട് ചെയ്യാം. നമ്മുടെ ആപ്പിന് ഒരു ഹെഡർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ബ്രേക്ക് ടാഗ് ഇട്ടിട്ട് ഒരു ഇൻപുട്ട് എലമെൻറ്റ് കൊടുക്കാം. നമ്മൾ ഇൻപുട്ട്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്സ്റ്റ് ബോക്സ്. ഓക്കെ, ഇനി നമുക്ക് app.jsനകത്ത് ഇത് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ബ്രേക്ക് ടാഗിന് താഴെയായിട്ട് ഞാനിത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. മൈ ടു ഡു ലിസ്റ്റ് എന്നിട്ട് ക്ലോസ് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് ടാഗ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻപുട്ടിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിന് വേണ്ടിയിട്ടൊരു ബട്ടൺ വേണം. ഇൻപുട്ടിനോടൊപ്പം തന്നെ ഒരു ബട്ടൺ ആഡ് എന്ന് കൊടുക്കാം. സേവ് ചെയ്ത് നോക്കാം, അത് പ്രോപ്പറായിട്ട് അലൈനായി വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ രണ്ടിനെയും ഒരു ഡിവ് ടാഗിൻ്റെ അകത്തായിട്ട് ഇടാം. അതായത് നമ്മുടെ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ടിനെയും ബട്ടനെയും നമ്മളൊരു ഡിവ് ടാഗിനകത്തായിട്ട് ഇട്ടു. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാം. അതിനായിട്ട് കോൺസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിട്ട് ടു ഡു ലിസ്റ്റ്, പിന്നെ സെറ്റ് ടു ഡു ലിസ്റ്റ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് ഒരു അറേ പാസ് ചെയ്ത് കൊടുക്കുക, empty array. ഇനി ഇതിനോടൊപ്പം തന്നെ ഇൻപുട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഇൻപുട്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് ടു ഡു ലിസ്റ്റ് ആക്കണ്ടേ, അതിനായിട്ട് ഇൻപുട്ട് സെറ്റ് ഇൻപുട്ട്. ഓക്കെ, ഈസ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ് empty സ്ട്രിങ് വാല്യൂ ആണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രേറ്റ്. ഇനി നമുക്ക് ഇൻപുട്ടിൻ്റെ വാല്യൂ ഇവിടുന്ന് ഈ ഇൻപുട്ട് എന്ന സ്റ്റേറ്റ് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഓൺ ചേഞ്ച് ഇവൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ ഇവൻറ്റ് ഹാൻഡ്ലേഴ്സിൽ ഓൺ ചേഞ്ച് ഇവൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു പേര് കൊടുക്കുകയാണ്, ഹാൻഡിൽ ഇൻപുട്ട് ചേഞ്ച്. എന്നിട്ട് ഈ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് ഹാൻഡിൽ ഇൻപുട്ട് ചേഞ്ച് ഈക്വൽ ടു ഒരു ആരോ ഫംഗ്ഷൻ. ഇതിനകത്തായിട്ട് നമുക്കൊരു ലോജിക്ക് പാസ് ചെയ്യണം. എന്താണ് ഈ ഇൻപുട്ട്? ഒരു ഇവൻറ്റ് പാസ് ചെയ്ത് കൊടുക്കും. ആ ഇവൻറ്റിൻ്റെ വാല്യൂവിനെ നമുക്ക് സെറ്റ് ഇൻപുട്ടിനകത്തേക്ക് മാറ്റണം. അതിനായിട്ട് സെറ്റ് ഇൻപുട്ട് ഇ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ഓരോ വട്ടം ടൈപ്പ് ചെയ്യുമ്പോഴും സെറ്റ് ഇൻപുട്ട് നമ്മുടെ ഇവൻറ്റിൻ്റെ ടാർഗറ്റിൻ്റെ വാല്യൂ എടുക്കും. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി ബട്ടൺ ഓൺ ക്ലിക്ക് ഇവൻറ്റ് പാസ് ചെയ്യാം. അതിനായിട്ട് ഇത് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. ഒരു പുതിയ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിനായിട്ട് ഹാൻഡിൽ ആഡ് ടു ഡു എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് റിമൂവ് ചെയ്യാം, ഇവൻറ്റും വേണ്ട. ഇനി നമ്മൾക്ക് വേണ്ടത് ആ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ സെറ്റ് ടു ഡു ലിസ്റ്റിനകത്ത് പുതിയ വാല്യൂ വരണം. ആ വരുന്ന വാല്യൂ ഇൻപുട്ട് എന്ന വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂവിനെ ആ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റ് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വേരിയബിളിനകത്തേക്ക് പോകും. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടു ഡു ലിസ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യണ്ടേ, അതായത് പുതിയതായിട്ട് ആഡ് ആവുന്ന ലിസ്റ്റിനെയൊക്കെ. അതിനായിട്ട് ഇവിടെ ഒരു പുതിയ ഡിവ് കൊടുക്കുകയാണ്. അതിനകത്തായിട്ട് കേളി ബ്രേസസിനകത്ത് നമ്മൾ ടു ഡു ലിസ്റ്റ് ഡോട്ട് മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഒരു പുതിയൊരു ബ്രാക്കറ്റ് പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐറ്റം ഗോസ് ടു ഒരു H6 ടാഗ് കൊടുക്കുക, ഹെഡർ. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ കേളി ബ്രേസസിനകത്ത് ഐറ്റം എന്ന് പാസ് ചെയ്ത് കൊടുക്കാം. ഇത് ഐറ്റം തന്നെ കൊടുക്കണം എന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ടു ഡു എന്ന് കൊടുക്കാം. ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ഏതാണോ മീനിങ് ഫുൾ ആയിട്ട് തോന്നുന്ന ആ ഒരു വാക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, നമ്മൾക്കൊരു എറർ കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ലോജിക്കിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇൻപുട്ടിന് നമ്മളൊരു അറേക്കകത്തായിട്ട് വേണം കൊടുക്കാൻ. ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, അത് വരുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് അത് ആഡ് ആവുന്നുണ്ട്. ഇനി നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ആഡാക്കി നോക്കാം. പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിനൊന്നും അതൊരു ലിസ്റ്റ് ആക്കുന്നില്ല. അത് ഓൾറെഡി ഉള്ളതിന് റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. എന്നിട്ട് ടു ഡു ലിസ്റ്റ് പാസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഇൻപുട്ട് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓൾറെഡി ഉള്ള ടു ഡു ലിസ്റ്റ് അവിടെ കാണും. അതിനോടൊപ്പം തന്നെ ഇൻപുട്ടും ആഡ് ആവും. ഇനി നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ചേഞ്ച് ചെയ്ത് നോക്കിയാൽ ഓക്കെ, അത് ആഡ് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ഇൻപുട്ട് അവിടെ തന്നെ കാണുക. ആ ഇൻപുട്ട് അവിടെ നിന്ന് ക്ലിയർ ആവുന്നില്ലല്ലേ. അതിനായിട്ട് നമ്മളുടെ കോഡിനകത്ത് ഈ ആഡ് ചെയ്യുന്ന ഭാഗത്തായിട്ട് നമ്മൾ സെറ്റ് ഇൻപുട്ട് കൊടുക്കുക. എന്നിട്ട് എം ടി സ്ട്രിങ് പാസ് ചെയ്യാം. അതായത് ഒരു വട്ടം ആഡ് ആക്കി കഴിഞ്ഞാൽ സെറ്റ് ഇൻപുട്ടിനെ എം ടി സ്ട്രിങ് ആക്കണം. ഓക്കെ, അത് പെർഫെക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഓരോ ടു ഡുവിൻ്റെ ഒപ്പവും ഒരു ഡിലീറ്റ് ബട്ടണും കൂടെ ആഡ് ചെയ്യാം. അതിനായിട്ട് താഴെ നമ്മൾ ഈ ടു ഡു ലിസ്റ്റിൻ്റെ ഹെഡേഴ്സ് നമ്മൾ റെൻഡർ ചെയ്യുന്നതിനൊപ്പം തന്നെ ബട്ടൺ പാസ് ചെയ്ത് കൊടുക്കാം. ബട്ടൺ ഓക്കെ, ഒരു എക്സ് മാർക്ക് മതി. പക്ഷേ ഇവിടെ ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ ഈ രണ്ട് ടാഗിനെയും താഴേക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ആ ഇഷ്യൂ എന്താ വരാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം. സോ നമ്മൾ JSXനകത്ത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, JSX എക്സ്പ്രഷൻസ് മസ്റ്റ് ഹാവ് എ പാരൻറ്റ്. ഇത് രണ്ട് ഐറ്റംസ് ആണല്ലേ. സോ ഈ രണ്ട് ഐറ്റംസ് റെൻഡർ ചെയ്യാൻ നമുക്കൊരു പാരൻറ്റ് കമ്പോണൻറ്റ് വേണം. അതിനായിട്ട് നമുക്കൊരു div ടാഗ് കൊടുക്കാം. എന്നിട്ട് അതിനെ ക്ലോസിങ് ടാഗ് ആഡ് ചെയ്തിട്ട് അതിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ ടു ഡുവിൻ്റെ ഒപ്പവും ഓരോ ബട്ടൺ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെല്ലാം ഒന്ന് സ്റ്റൈൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ഫസ്റ്റത്തെ ഡിവിൽ ക്ലാസ് നെയിം കൊടുക്കുക. എന്നിട്ട് ടു ഡു കണ്ടെയ്നർ എന്ന് ഞാൻ കൊടുക്കുന്നത്, ടു ഡു -കണ്ടെയ്നർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അത് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ട് app.cssനകത്ത് പോവുക, ഡോട്ട് ഇട്ടിട്ട് ടു ഡു കണ്ടെയ്നർ. എന്നിട്ട് കേളി ബ്രേസസിനകത്ത് മാക്സ് വിഡ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പിക്സൽ കൊടുക്കാം. ഞാൻ 400 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യാം. മാർജിൻ 0 ഓട്ടോ. ഓക്കെ, പെർഫെക്റ്റായിട്ട് അത് അലൈനായി. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഹാഷ് കോഡ് കൊടുക്കാം, F9. ഓക്കെ, ഇനി ബോർഡർ റേഡിയസ് കൊടുക്കാം. ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള ബോർഡർ മാറ്റിയിട്ട് ചെറിയൊരു റൗണ്ട് ഇത് കൊടുക്കാം, ഒരു 10 പിക്സൽ കൊടുക്കാം. ഓക്കെ, അത് പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളുടെ ഇൻപുട്ടും ആഡ് ബട്ടണും കൂടെ സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ട് നമ്മുടെ രണ്ടാമത്തെ ഡിവ് നമുക്ക് ക്ലാസ് നെയിം കൊടുത്തിട്ട് ഇൻപുട്ട് ഗ്രൂപ്പ് എന്ന് കൊടുക്കാം. ഇത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു സ്റ്റൈലിംഗ് ക്ലാസ് ആണ്. നിങ്ങളുടെ ആപ്പിൽ ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആക്സസബിൾ ആയിരിക്കും. ഓക്കെ, അത് അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഇൻപുട്ട് ടാഗിനെ നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്യാം. അതിന് ക്ലാസ് നെയിം കൊടുത്തിട്ട് ടു ഡു -input എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ പേര് നമുക്ക് app.cssനകത്ത് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാം. കേളി ബ്രേസസിനകത്ത് ഫസ്റ്റ് പാഡിങ് കൊടുക്കാം, ഒരു 10 പിക്സൽ ഇരിക്കട്ടെ. ഓക്കെ, പാഡിങ് സെറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ബോർഡർ കൊടുക്കാം. ബോർഡർ 1 പിക്സൽ സോളിഡ് #CCC എന്ന് കൊടുക്കാം. ബോർഡർ ഒന്ന് ലൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെക്സ് 1 എന്ന് കൊടുത്ത് നമ്മുടെ ഇൻപുട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഫില്ല് ചെയ്യിപ്പിക്കാം. ഫ്ലെക്സ് 1 സേവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് മാർജിൻ ലെഫ്റ്റും മാർജിൻ റൈറ്റും കീപ്പ് ചെയ്യണം. കാരണം മാർജിൻ ഈ ലെഫ്റ്റ് സൈഡ് നോക്കി ഒരുപാട് തള്ളിയാണ് നിൽക്കുന്നത്. സോ മാർജിൻ ലെഫ്റ്റ് ഒരു 5 പിക്സൽ കൊടുത്ത് ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യാം. 5 പിക്സൽ. ഓക്കെ, അതൊന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മാർജിൻ റൈറ്റും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടണൊന്നും ഒരു 5 പിക്സൽ ഇങ്ങോട്ട് സെപ്പറേറ്റ് ആവും. ഓക്കെ, അതും ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റൈല് ബട്ടൺ ഉള്ളതാണ്. ക്ലാസ് നെയിം ബട്ടൺ -SM, പിന്നെ ബട്ടൺ ഡാർക്ക്. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ബട്ടൺ -ഡാർക്ക് വേണം കൊടുക്കാൻ. ഇത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ബിൽറ്റിനാണ്. ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്
ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റൈലും കൂടി കൊടുക്കാം. div ക്ലാസ്സിനകത്ത് ക്ലാസ് നെയിം ടു ഡു ഐറ്റം എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഞാൻ സ്റ്റൈലിങ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ടു ഡു ഐറ്റത്തിന് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലെക്സ്. ഇനി ജസ്റ്റിഫൈ കണ്ടൻറ്റ് സ്പേസ് ബിറ്റ്വീൻ. ഇനി അലൈൻ ഐറ്റംസ് സെൻറ്റർ. ഇനി പാഡിങ് 10 പിക്സൽ. ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ #FFF എന്ന് കൊടുക്കാം. അവസാനമായിട്ട് മാർജിൻ ബോട്ടം ഒരു 10 പിക്സൽ കൊടുക്കാം. ഓക്കെ, കണ്ടെയ്നറിൻ്റെ അകത്തൊരു പാഡിങ് കൊടുക്കാം. ചെറുതായിട്ടൊരു 20 പിക്സൽ പാഡിങ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ലിസ്റ്റ് കുറച്ച് പാഡിങ്ങിലായിട്ട് പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ടു ഡു ലിസ്റ്റിൻ്റെ സ്റ്റൈലൊന്നും പ്രോപ്പറായിട്ട് കാണുന്നില്ല, കാരണം നമ്മുടെ ടു ഡു ലിസ്റ്റ് സേവ് ചെയ്തിട്ടില്ല. നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, സേവ് ചെയ്തപ്പം സ്റ്റൈലൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ div ക്ലാസ് റോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്ലാസ് നെയിം ഈ താഴെയുള്ള ഡിവിനകത്താണ് കൊടുക്കേണ്ടത്. ഓരോ ഐറ്റത്തിൻ്റെയും സ്റ്റൈലല്ലേ നമ്മൾ പാസ് ചെയ്തത്. ഓക്കെ, അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആ മേലുള്ള ഡിവ് നമുക്ക് വേണ്ട, അത് റിമൂവ് ചെയ്യാം. ഇനി നമ്മുടെ ബട്ടണും കൂടെ നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് ക്ലാസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാം. ക്ലാസ് നെയിം btn-sm, അതായത് സ്മോൾ, പിന്നെ btn-danger. അപ്പോൾ റെഡ് കളർ എക്സ് മാർക്ക് വരും. ഇനി നമുക്ക് മാർജിൻ ടോപ്പും കൂടി കൊടുക്കാം. ഇവിടെ മാർജിൻ ബോട്ടം പോലെ മാർജിൻ ടോപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടു ഡു ലിസ്റ്റ് കുറച്ചും കൂടെ സെപ്പറേറ്റഡ് ആയിരിക്കും. ഇൻപുട്ട് എലമെൻറ്റിൽ നിന്ന് കുറച്ച് സെപ്പറേറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടെ കൊടുക്കാം, ഒരു 20 പിക്സൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കുറച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ഓൺ ക്ലിക്ക് ബട്ടൺ സെറ്റ് ചെയ്യാം. ഓൺ ക്ലിക്ക് നമുക്ക് റിമൂവ് ചെയ്യാനൊരു ഫങ്ഷൻ വേണ്ടേ. അതിനായിട്ട് കോൺസ്റ്റ് ഹാൻഡിൽ റിമൂവ് = an arrow ഫങ്ഷൻ. ഓക്കെ, ഇനി റിമൂവിൻ്റെ ലോജിക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഇൻഡെക്സ് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ID പാസ് ചെയ്താലാണ് നമ്മൾ ഏത് ടു ഡൂവിനെയാണ് റിമൂവ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്ക് ആ ഫങ്ഷൻ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ID, അതായത് ഒരു ടു ഡു ലിസ്റ്റിൻ്റെ പെർഫെക്റ്റ് ID എങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. ഈ ഐറ്റം അല്ലെങ്കിൽ ടു ഡു നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇൻഡെക്സും പാസ് ചെയ്യാം. ഇൻഡെക്സിന് നമുക്ക് ഡിവിനകത്ത് കീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. സോ ഓരോ ചൈൽഡ് എലമെൻറ്റും കീ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഈ ലിസ്റ്റും കീസിനെയും കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ഈ ഇൻഡെക്സ് പാസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഹാൻഡിൽ റിമൂവിനകത്ത് ഇൻഡെക്സ് പാസ് ആവുന്നുണ്ട്. ഇനി ഇവിടെ ഇൻഡെക്സിനെ നമ്മൾ കോൾ ചെയ്യാണ്. ഇനി സെറ്റ് ടു ഡു ലിസ്റ്റ്, എന്നിട്ട് ടു ഡു ലിസ്റ്റ് ഡോട്ട് ഫിൽറ്റർ മെത്തേഡ് യൂസ് ചെയ്യാണ്. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഐറ്റം പിന്നെ ഇൻഡെക്സ് I എന്ന് പാസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഓൾറെഡി ഇൻഡെക്സിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ I എന്ന് പാസ് ചെയ്യാം. ഗോസ് ടു I നോട്ട് ഈക്വൽ ടു ഇൻഡെക്സ്. ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് സേവ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യാം, എന്തെങ്കിലും ആഡ് ചെയ്ത് നോക്കാം. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ആഡ് ആവുന്നില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മൾ റീസെൻ്റായിട്ട് ആഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഫംഗ്ഷനാണ് അതിന് ഇഷ്യൂ വരുത്തുന്നതെന്ന്. നമുക്കിത് കമൻറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഓൺ ക്ലിക്ക് ഇവൻറ്റും റിമൂവ് ചെയ്യാം, സേവ് ചെയ്യാം. ഇനി റിഫ്രഷ് ചെയ്ത് ആഡ് ചെയ്ത് നോക്കിയാൽ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ തന്നെയാണ് പ്രശ്നം. അൺകമൻറ്റ് ചെയ്തു. ഈ ഓൺ ക്ലിക്ക് ഇവൻറ്റിനകത്ത് ഈ ഫംഗ്ഷനെ ഡയറക്റ്റ് പാസ് ചെയ്യാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആരോ ഇട്ടിട്ട് പാസ് ചെയ്ത് കൊടുക്കാം. സോ നേരത്തെ നമ്മൾ ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് അത് റെൻഡർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഓൺ ക്ലിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യാം, റിമൂവ് ആവുന്നുണ്ട്. സോ നമ്മളുടെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ടൊരു ടു ഡു ലിസ്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്.
ഇൻ്റർവ്യൂവേഴ്സ് പൊതുവേ ചോദിക്കുന്ന ഒരു ബേസിക് ചോദ്യമാണ്, നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ടു ഡു ലിസ്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറയും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.